ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ സ്റ്റോറേജ് റൂം വാങ്ങിക്കുന്നു. നമുക്ക് സ്റ്റോറേജ് റൂം വാങ്ങിക്കണം, പക്ഷേ കുറേ സാധനങ്ങൾ സ്റ്റോക്ക് കുറവാണ്. ഒരു മിനിറ്റ്, നമുക്കൊന്ന് അറേഞ്ച് ചെയ്തേക്കാം. നമുക്ക് എന്നിട്ട് സ്റ്റോറേജ് റൂം വാങ്ങിക്കാം, പക്ഷേ കുറച്ച് കച്ചവടം കിട്ടട്ടെ, എന്നിട്ട് സ്റ്റോറേജ് റൂം വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോൺ എടുക്കത്തില്ല, മോശമാണ്. എവിടാ അയ്യോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ചിട്ട് നമുക്ക് ഇരിയടാ അവിടെ. ഇതൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് സ്റ്റോറേജ് റൂം വാങ്ങിക്കാം. സ്റ്റോറേജ് റൂം അല്ലല്ല, കുറച്ച് സാധനം കൂടി സ്റ്റോക്ക് വരുത്താണ്ട്. ഇതിനെന്തെങ്കിലും കുറവുണ്ടോ? കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീ ഇങ്ങനെ ഇരുന്നു. നമ്മ ഒക്കെ ഓർഡറിൽ വെക്കണം. പുതിയ വെട്ടിയായിരുന്നല്ലേ ഈ സാധനമൊന്നും. ചിലവായിട്ടില്ല എന്നല്ല, നമ്മളെ സ്റ്റോക്ക് ഇറക്കിയത് കൂടിപ്പോയി. അയ്യോ, ഇതൊരു സാറുണ്ട് കേട്ടാ, അതിന് കുറച്ചൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറവുള്ള എന്തൊക്കെയാണെന്ന് ഓയില്, ഷുഗർ. എന്താ മോനെ പുറത്തിരിക്കുന്നേ? അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റോക്ക് എടുത്താൽ മതി. ഇരിക്കുന്നു ചീസ് അടിയിലിരിക്കുമായിരുന്നാ? സ്റ്റിക്കർ അടുത്തെടുക്കാൻ പറ്റും കേട്ടാ. അയ്യോ, ഇന്നത്തെ വില ഒക്കെ എന്താ? വലിയ മാറ്റൊന്നുമില്ല. മുട്ടക്കൊക്കെ വില $5 ഒരു മുട്ടക്ക് വില. ഏതല്ലേ ഒരു പാക്കറ്റ് മുട്ടക്കൊക്കെ? അപ്പോൾ നമുക്ക് മൈദ വേണം, ഷുഗർ വേണം, ഓയിൽ വേണം. മൈദ തന്നെ അല്ലത്, മൈദ, ഷുഗർ, ഓയിൽ 2 വേണം. പിന്നെന്താ ഇവിടെ എന്തൊക്കെ കാലിയിട്ടിരിക്കുന്നത്? മിൽക്ക് ബോട്ടിൽ, അതൊരു 2 വെട്ടിരിക്കട്ടെ. ചോപ്പ് ഇത് 2, മിൽക്ക് ബോട്ടിൽ 2, ചോപ്പ് പാക്കറ്റ് 1 2. മിൽക്ക് ബോട്ടിൽ നല്ലതുണ്ട് കേട്ടാ. മിൽക്ക് ബോട്ടിൽ എവിടെ? അയ്യോ, 1 2 3 ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. നമുക്കത് ഓർഡർ ചെയ്യാം. പിന്നെന്താ കുറവുള്ളൂ? പിന്നെ മിൽക്ക് ബോട്ടിൽ കഴിഞ്ഞ് ഈ പച്ച ഓയിൽ എന്താ? അവിടെ ഒന്നുമില്ല. പച്ച ഓയിൽ 2 അല്ല, പച്ച ഓയിൽ 3 അല്ല, പച്ച ഓയിൽ 2. എവിടെ പച്ച ഓയിൽ? പച്ച ഓയിലേ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഉപ്പ് 1 മതി. 1 പീനട്ട് ബട്ടർ 1. ഇതെന്തൊരു സാധന? ബസ്മതി അരി 1. അരി എന്താ? പകാറ്റി 1 മതി. സാധനം ഉണ്ട്. കാപ്പിപ്പൊടി, ചോക്കോസ്, ചുവപ്പ് സാധനം. ഇതെന്താ? ചുവപ്പ് സാധനം 2. കാപ്പിപ്പൊടി 1 2 ഇരിക്കട്ടെ. ചൊക്കിപ്പിക്കും 1 പാക്കറ്റ് ബ്രെഡും 2 1. അപ്പം നമ്മളിന്നൊരു $900. എവിടെ ഇത് കുറേ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മളെല്ലാം ഒതുക്കി വെക്കും. നമുക്ക് എന്തിനാ സ്റ്റോറേജ് റൂമൊക്കെ? നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ അട്ടിക്കിട്ട് വെക്കും. എല്ലാം നമ്മളൊരു ഓർഡറിലാക്കി വെക്കും. തീർന്നാ? തീർന്നു. ഇത് അട്ടിക്ക് ഇരിക്കേണ്ടിയിരുന്നു, മോളിക്ക് ഇരിക്കേണ്ടിരുന്നത്. മോളിക്ക് അങ്ങോട്ട് ഇരിക്കുന്നില്ല. ഇനി ഇതിന് ഒരു $800 നിന്ന് കിട്ടണം. $800 കിട്ടിയാലേ നമുക്ക് സ്റ്റോറേജ് റൂം വാങ്ങിക്കാൻ പറ്റുള്ളൂ. സ്റ്റോറേജ് റൂമിന് $800 ഉണ്ടായി. കിട്ടിയാ മതിയായിരുന്നു. ഇല്ലെങ്കിൽ നാളെ കൂടി കച്ചവടം നടത്തേണ്ടി വരും. പ്രശ്നമാവും. നാളെ നമുക്ക് ഇത് കട വലുതാക്കലും പുതിയ പ്രൊഡക്റ്റ് ലൈസൻസും നാളെ സെറ്റ്. പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു വെക്ക്.
അതിൻ്റെ മോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ. പക്ഷെ ഒക്കെ മോശമല്ലേ മോഡൊക്കെ ഇട്ട് കളിക്കുന്നത്? മോശമാണ്, വളരെ മോശമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാശ് കിട്ടിയല്ലേ. എടാ സ്ഥലല്ലേ? സ്ഥലമുണ്ട്. എടാ ഗ്യാപ്പൊക്കെ കറക്റ്റ് ഗ്യാപ്പ് കേട്ടാ. അടങ്ങിയിരി നടക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ. മോളിക്കും കൂടി വെക്കാറ്റിട്ടായിരുന്നു അട്ടിക്കട്ടിക്ക്. ഓ കഴിഞ്ഞു. കട അങ്ങോട്ട് തുറന്നാലാ? കാശിയറിനൊക്കെ എടുക്കാണ്ട്. ആരെങ്കിലും കാശിയറായിട്ട് കയറുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. 2-3 കമ്പനി നോക്കി വെച്ചിട്ടുണ്ട്. ഏട്ടന്മാരൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാർ നോക്കുന്നു. കാശിയറും പിന്നെ സ്റ്റോറേജ് ഏതാ ഒരു ഇത് ഉണ്ടാക്കാൻ നിരത്തി വെച്ചിരിക്കുന്നുണ്ട. അവിടെ നട്ടെ. എന്താ ഒരു ഐശ്വര്യം കടക്ക്. തീർന്നു. അരി ഒതുങ്ങി അരിയൊക്കെ. ഐ തിങ്ക് ഏറെക്കുറെ സാധനങ്ങൾ സെറ്റാണ്. കുറച്ച് സാധനം ഇവിടെ ഇരിക്കട്ടെ. ഇവിടേക്ക് ഉള്ളതൊക്കെ അവിടെ തന്നെ. വേണ്ട കളറൊക്കെ സാധനം കട്ടെ. അവിടെ ഇത് എന്താടാ ഞാൻ ഡെയിലി കട കൊടുക്കും. ഇപ്പം രാത്രിയാവുന്ന്. കട തുറന്നാൽ അപ്പം രാത്രിയാവും. എന്തൊരവസ്ഥ അത്. ഞാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ടാണ് ഇനി. ഇപ്പൊ സാധനം എടുത്തു വെക്കാൻ തന്നെ രാത്രിയാവും. കാര്യം ചെയ്യട്ടെ. ഇന്നത്തെ നഷ്ട ലാഭമൊക്കെ നോക്കട്ടെ. എന്തൊരു ഇന്നലെ കട വന്നപ്പോൾ തന്നെയായിരുന്നു. എടാ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ ഇന്നലെ കട നിർത്തിണ്ടായിരുന്നില്ലേ? ബയോ എഗ്ഗിന് വില കുറഞ്ഞ് സ്ലൈസർ ബ്രെഡിന് കൂടി. എഗ്ഗിന് വില കുറഞ്ഞു. 4 അയ്യോ 4.5 54. നമുക്കൊരു ദിവസം കടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടൊരു $100-150 അങ്ങോട്ട് ഇട്ടാലേ എന്തെങ്കിലും നടക്കുമെന്നറിയാലോ. വേണമെങ്കിൽ പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാം, പ്രശ്നമുണ്ടല്ല. ഇന്ന് നേരത്തെ നടക്കും. ഇന്ന് സ്റ്റോറേജ് റൂം വാങ്ങിയിട്ട് തന്നെ കാര്യം. പക്ഷേ സ്റ്റോറേജ് റൂം വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറേജിൻ്റെ ഇപ്പം ഒരാളും കൂടി വാങ്ങിക്കണം. സ്റ്റോർ ചെയ്യുന്ന ഒരാളെ നോക്കട്ടെ. ആളെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? മാനേജ്മെൻറ്റ് ഹയറിങ് ഇല്ലടാ. റിക്വയർഡ് സ്റ്റോറേജ് പർച്ചേസ് റാക്ക് അതുണ്ടെങ്കിൽ പറ്റും. ലെവല് 15 ആവണം കേട്ടാ. തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കും. അരി എവിടാ? ഇത്ര മതിയോ? ഒരു $800 സാധനം വാങ്ങിക്കണം കേട്ടോ. താങ്ക് യു. ഈ ഡപ്പൊക്കെ കൊണ്ടുപോയി പുറത്തിറങ്ങട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെ എടുക്കേണ്ടി വരും. പിന്നെ അതൊക്കെ വലിയ പ്രശ്നവും. ഇവിടുത്തെ സാധനമൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. വേറെന്താ കുറവുള്ളത്? എണ്ണ യോടാ മോനെ, സാറൊരു മലയാണ് കേട്ടോ. എത്ര സാധനം? 85. 85. നമ്മളെ ഏറ്റവും കൂടുതൽ 53 ആയിരുന്നില്ലേ? റെക്കോർഡ് 85 കേട്ടോ. 85 റെക്കോർഡ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ അമർത്തിയാൽ ഈ ചെക്കൗട്ട് പിന്നെ ആരും വരത്തില്ല. ബോട്ടിൽ മിൽക്ക് ഈസ് ടു എക്സ്പെൻസീവാ. ഓടാ 40 പൈസ കൂടി കൂട്ടിയിട്ടുള്ളത്. വാ 41. മൊത്തത്തിൽ രൂപയൊക്കെ സാധനം വാങ്ങി 58. പോരാ.
62 പോരാ പോരാ. നമ്മൾ ഒറ്റാളത്ര പോരാ. ഒറ്റാളത്ര 85 റെക്കോർഡ്. എന്താ ആ വേഗം അങ്ങോട്ട് വെച്ച് കണ്ട. ഈ വാട്ടർ ബോട്ടിൽ നല്ല ഇതാ. പക്ഷെ വാട്ടർ ബോട്ടിൽ നമുക്ക് അധികം സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല, സ്ഥലം കുറവാണ്. വാട്ടർ ബോട്ടിൽ കുറച്ച് വാങ്ങി വെക്കണം. വാട്ടർ ബോട്ടിൽ നമുക്കൊരു 4-5 റാക്ക് വെക്കണം. ഞങ്ങൾക്ക് ഈ ചില്ലറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിങ്ങൾക്ക്? അങ്ങനെ എനിക്ക് അത്ര പണി ലാഭമായിരുന്നു. നോക്കട്ടെ വാട്ടർ ബോട്ടിൽ കഴിഞ്ഞാ. ചീസ് കുറവുണ്ടല്ലേ? ഞാൻ ആ ഫ്രിഡ്ജിൽ സാധനം സ്റ്റോക്ക് നോക്കിയില്ലായിരുന്നു ചേട്ടാ. നോക്കട്ടെ. മുട്ട വാങ്ങിക്കണം. ചീസ്, മുട്ട, വെള്ളം, പാല്, ബില്ല്. വേണ്ട. നെക്സ്റ്റ്. ഇവിടെ വില കുറവായതുകൊണ്ട് എല്ലാവരും ഇവിടെ വരൂ. അത് നമുക്കൊരു ഇത് കറക്റ്റ് ലാഭം മതി. നമുക്ക് കൊള്ള ലാഭമൊന്നും വേണ്ട. ബാക്കിയൊന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. പാലിവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ വെറുതെ വാങ്ങിയിരുന്നു. $42. ആയി കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് സ്റ്റോറേജ് റൂം വാങ്ങാം. രാവിലെ നമുക്ക് സാധനം സ്റ്റോർ ചെയ്യാനുള്ള കാശ് വേണം. അതാ കാര്യം. എന്താ കുറവുള്ള വാട്ടർ ബോട്ടിൽ. ഓ 2 കുപ്പി വെള്ളം ഈ ചേച്ചീൻ്റെ അടുത്ത്. സാധനം ഇപ്പോൾ സ്റ്റോക്കില്ലാന്ന് പറയില്ല ആൾ വന്നിട്ട്. സ്റ്റോക്ക് കിട്ടണം. യോ പാലല്ലേ? ലേറ്റ് ആണെങ്കിൽ ഞാൻ ഓർഡറും തെറ്റിക്കൂല. ഞാൻ കറക്റ്റ് ഓർഡറിൽ വെക്കണം. വെയിറ്റ് ചേട്ടാ. അത് ഓർഡർ തെറ്റിച്ചേ പറ്റുള്ളൂ. കാരണം ആൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആൾക്ക് ആ സാധനം ഇട്ടിട്ട് പോയിരിക്കോ? ഇതുവരെ ആരും പോയിട്ടില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നിട്ട് ആരും പോയിട്ടില്ല ഇതുവരെ. നമ്മ ഈ കട ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചളയണം. എല്ലാ സൈഡിൽ കൂടെ എൻട്രൻസ്. ഇത് എന്തൊരിത്? ചില്ലറ പറക്കണം. ചില്ലറൊക്കെ തീർന്ന് വെക്ക്. ഇയാളെ കട മൊത്തം വാങ്ങിക്കാവുന്നതാണ് കേട്ടാ. 80,000 കേട്ടോ. $85 ഒട്ടിക്കില്ലാരും. അവിടെ ലൈറ്റ് ഞാൻ മറന്ന് ലൈറ്റ് വെക്കാൻ. കടക്കാനായി ടൈമായി. $1212. $800 നമുക്ക് ഇതിന് വേണ്ടി വരും. ഇത്തിരി മുടി ഇങ്ങനെ പ്രേതാണോ? മുടി നോക്കിയിട്ട് തിളങ്ങി കളിക്കുന്നു.
എന്തിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. കട അടക്കുന്ന ടൈമിലാണല്ലോ നട്ടേന് മൊത്തം കയറിയിരുന്നത്. എല്ലാ സ്റ്റോക്കും കയറ്റിട്ടേ ഞാൻ കട അടക്കുള്ളൂ. ആ അത്രയുള്ളൂ. ഉപ്പിനൊന്നും എന്തിന്? ഉപ്പിന് വില കൂടുതലാണാ? ഇപ്പം ആരും വാങ്ങിക്കുന്നില്ലല്ലേ? ഇതെന്തൊരു സാധനോ? ഓ പീനട്ട് ബട്ടർ. അയ്യോ അർണോൾഡ് കാത്തിക്കുന്നു. അർണോൾഡ് പ്രോട്ടീനാ. പ്രോട്ടീൻ ഐറ്റംസ് ഫുള്ള് വാങ്ങിക്കുന്ന ആള് കേട്ടാ. ഇയാളെന്തിനാണോ ഈ രാത്രി കണ്ണട വെച്ചിരിക്കുന്നത്? തീർന്ന് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വെച്ചിട്ട് നേരം വെളുത്തിട്ട് നമുക്ക് ഇത് വാങ്ങിക്കാം. പെട്ടികളൊക്കെ കഴിക്കണം. കുറെ പെട്ടി വെറുതെ സ്ഥലം കളയുന്നുണ്ട്. ആ കറക്റ്റ്. ആ സൂപ്പറീം എന്തായിരുന്നു? കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ഉപ്പ് കുറവില്ല. ഒന്ന് ഓർഡറിലേക്ക് പോയിക്കോട്ടെ. നമുക്ക് ശരിക്കും സ്റ്റോറേജ് റൂമിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് കുറെ വാങ്ങിയിരുന്നു കേട്ടോ ആൾക്കാർ. കോള ഇത് മറ്റേ അടിയത്തെ സാധനം. എന്തായാലും നിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 12 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. ബ്രെഡൊക്കെ ഇപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടാ. പണ്ടൊക്കെ ബ്രെഡ് സ്റ്റോക്ക് ഇരിക്കുമായിരുന്നു. സ്പഗറ്റി പക്ഷെ സ്റ്റോറേജ് റൂമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാശ് വേണം. നീ അപ്പൊ ഇപ്പൊ നിരത്തി മര്യാദക്ക് വെച്ച സാധനം ഇത്. അവിടെ ഇരിക്കട്ടെ. സൈഡിലൂടെ അപ്പൊ നമുക്ക് ഇന്നത്തെ കട അടക്കാം. ലാഭം മിക്കവാറും കേട്ടാ. നമുക്ക് കാരണം 900 വെച്ചിട്ട് തുടങ്ങിയതാ. ടോട്ടൽ പ്രോഫിറ്റ് $1260 നമ്മൾ ഉണ്ടാക്കി. അപ്പം ഇനി അത് നൈറ്റാണ് നമ്മൾ സാധനം വാങ്ങി. ടീ ബ്ലാക്ക് റോൺസ് സ്ലൈസർ ബ്രെഡ്. ടീ ബ്ലാക്ക് ഇതാണ്. ടീ ബ്ലാക്ക് ഇത് തന്നെ 5.87. അപ്പോൾ ഒരു 6.3 ഇടാം. പിന്നെ സ്ലൈസർ ബ്രെഡിനും വില കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ തന്നെ കുറച്ച് സ്റ്റോക്ക് എടുത്ത മതിയായിരുന്നു. അപ്പം ഞാൻ വാങ്ങിക്കാൻ പോവാണ്. സ്റ്റോറേജ് റൂം വാങ്ങിക്കാൻ പോവാണ്. സ്റ്റോറേജ് റൂം വാങ്ങി. സ്റ്റോറേജ് റൂം ഇത് വാങ്ങിക്കാൻ കാശില്ല. നമുക്കപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഫർണിച്ചറിൽ പോയിട്ട് സ്മോൾ റാക്ക്
അപ്പോൾ വലിയ റാക്ക് വേറണ്ട. നോക്കട്ടെ. എവിടെ വന്ന്? അയ്യോ, ഓർഡർ ചെയ്തില്ലായിരുന്ന. സോറിയേ, ചിലവാണ്. അവിടെ ഇത് കുറെ സ്ഥലം പോകുന്ന സാധനമാണല്ലോ. മാക്സിമം സ്ഥലം ഇപ്പം നമ്മ ഓ ഇങ്ങനെ ഇരുന്ന ഫ്രണ്ട് മണ്ടൻ തന്നെ ഞാൻ. അതെന്ത് അവിടക്കും സ്ഥലമാണ് ഇങ്ങോട്ടും സ്ഥലമാണെന്ന് പറഞ്ഞ. ഓക്കെ, ഇപ്പൊ സെറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം നമുക്കിന്ന് കുറച്ച് സ്റ്റോക്ക് വരുത്തിയേക്കാം. ഷുഗറും മൈദമാവ് വേണം, ഷുഗർ വേണം. ഷുഗർ 2 വേണം. പിന്നെന്താ, വെള്ളക്കുപ്പി ഒന്ന്. വെള്ളക്കുപ്പി 2 വേണം ശരിക്കും. പീനട്ട് ബട്ടർ, ഒന്ന് മതി. ബസ്മതി അരി, ചായപ്പൊടി. ബസ്മതി അരി ചായപ്പൊടിയുടെ ചായപ്പൊടി. ചോക്കിപ്പിക്കും സ്പഗറ്റി 1. മാക്സ് ആയ ഓക്കെ. നേരത്തെ കൊടുത്തിട്ടിട്ട് പോയമാതിരി. ഇവിടെ നിന്നിട്ട് ആരും സാധനം വാങ്ങിക്കുന്നില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ശരിക്കും എനിക്ക് സ്റ്റോറേജ് റൂമിൽ വെക്കണായിട്ട് എളുപ്പം ഇവിടെ വെക്കുന്നതാണ് കേട്ടാ. കാരണം സ്റ്റോറേജ് റൂമിൽ കറങ്ങി പോയിട്ട് എടുത്തിട്ട് നല്ല ഇവിടെ നിന്ന് വന്നെടുത്താൽ പോരെ. ഞാൻ വെറുതെ വാങ്ങിച്ചത് സ്റ്റോറേജ് റൂം, ഒരു കാര്യമില്ലുണ്ടായി. ഇപ്പോൾ ഓക്കെ. അരി 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 തീർന്ന പൊട്ടിക്കണ്ട. ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കട വലുതാക്കാം. എന്നിട്ട് പ്രൊഡക്റ്റ് ലൈസൻസും വാങ്ങിക്കണം. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്കൊരു കാഷ്യറിനെയും ഒരു സ്റ്റോർ ചെയ്യുന്ന ആളെയും വാങ്ങിക്കണം. അല്ലാതെ നടക്കില്ല. ഡെയിലി പ്രശ്നമാണ്. കച്ചവടം കൂടിക്കൂടി വരിക. അപ്പോൾ ആളില്ലാണ്ട് നടക്കില്ല. അടുത്ത വീഡിയോയിൽ തന്നെ നമുക്ക് വാങ്ങിക്കണം. നല്ല നടക്കുള്ളൂ. ആൾക്കാരെങ്ങനെ സാധനം വാങ്ങിക്കും? പിന്നെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കോളും. അയ്യോ, അത് 2 ഉണ്ടായിരുന്ന. നിങ്ങൾ പറ, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ ഏത് വേണം? ആളെ വാങ്ങിക്കണോ അതോ കട വലുതാക്കണോ? കേഷ്യറിനെയും സ്റ്റോറേജിനെയും ആളെ നിർത്തണോ? എന്ത് വേണമെന്നുള്ള പറ. കട ഇറക്കാം നമുക്ക് ഇന്നത്തെ. 28 ഉണ്ട്. വരും സാധനമൊക്കെ ഉണ്ട്. വരുന്നില്ല ഇയാള്. എന്നാലും ഞാനിതിപ്പോൾ എന്തിനാ വാങ്ങിയത്? ഒരു പേരിനെ കൊണ്ടുപോയിട്ടെ. ഇതെവിടെ ഇരിക്കട്ടെ. 2 എന്തെങ്കിലും ഉണ്ടോ? 2 ഒരു ഐറ്റംസ് 2 ഉണ്ടോ? ഇതാണ് ഏറ്റവും കച്ചവടമുള്ള സാധനം. അതൊരു 4 പെട്ടി വേണ്ടി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നു. സ്റ്റോറേജ് റൂമിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവണ്ടേ.
വെള്ളക്കുപ്പി സ്റ്റോർ ചെയ്യാൻ മാത്രം സ്റ്റോറേജ് വാങ്ങിയല്ലേ ഞാൻ. അയ്യോ അങ്ങനെയല്ല. ആ കോള എന്താ പറഞ്ഞു ചേച്ചി? ഒരാൾ സോൾട്ട് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു, ഒരാളവിടെ വാരി വലിച്ചെടുത്ത. എന്തല്ലേ പലതരം ആൾക്കാർ. എത്ര ലാഭം നോക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പിച്ചു, അടുത്ത വീഡിയോയിൽ നമുക്ക് കട വലുതാക്കും, സ്റ്റോറേജ് റൂമും വലുതാക്കും. എന്നിട്ട് സ്റ്റോറേജ് റൂമിൽ നമുക്ക് കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിൽ അത് വാങ്ങിയിട്ട് കടയിലും കുറച്ച് ഷെൽഫൊക്കെ വാങ്ങിയിട്ട് സെറ്റപ്പാക്കി എന്നിട്ട് നമുക്ക് ആളെ നിർത്താം. അതാവും കുറച്ചും കൂടി ലാഭം. അപ്പോൾ അതന്നെ അടുത്ത വീഡിയോ. നമുക്ക് കട വലിപ്പം കൂട്ടും, സ്റ്റോറേജ് റൂം വലിപ്പം കൂട്ടും, മറ്റേ റാക്ക് വെക്കും, പുതിയ ഷെൽഫ് വരുത്തും, സെറ്റ്. എന്നിട്ട് ഇനി സാധനം പുതിയ ഐറ്റംസ് ഇനി കടയിൽ ഇറക്കുന്നുള്ളൂ. ലൈസൻസ് ഇനി എന്നിട്ടുള്ളൂ. ആ നിനക്ക് കുറവുണ്ടാ? കുറവുണ്ടെങ്കിൽ പറയണം. സാധനമൊക്കെ ഉണ്ട്. അമ്മയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിറച്ചിച്ചോ. ടർക്ക് സോഡേ? ഏതാണ് ഈ ടർക്ക് സോഡ? ഞാൻ റൗണ്ട് ഫിഗർ ആക്കാൻ പോണ എല്ലാത്തിൻ്റെ വില. എനിക്ക് അവിടെ ചില്ലറ അടിക്കാൻ വയ്യ. ഈ ഒരു ചീസിനാണോ ചേച്ചിക്ക് ഇത്ര ഡിമാൻഡ്? ഒരു ചീസും വാങ്ങിയിട്ട് $45, അല്ല $50 വന്നിരിക്കുന്നു. 5 രൂപയുടെ സാധനത്തിന് കണ്ട. ഈ 00 ഫിഗർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ഫിഗറിലാക്കണം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കണം കേട്ടാ. അതാകുമ്പോൾ ഇവിടെ ബില്ലിങ് കുറച്ചുകൂടി എളുപ്പമാവും നമുക്ക്. പെട്ടെന്ന് വാസാർ അല്ലെങ്കിൽ ക്യൂ വലുതോ. ഒന്നുമില്ല, പറയാൻ പറ്റില്ല. ഈ സാധനത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഏതാ പാലിൻ്റെ പാക്കറ്റിൻ്റെ അകത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന്. നിലത്ത് വെച്ചാൽ കാണാൻ പറ്റും. പക്ഷേ അത് കുറണ്ടല്ലേ, കല്യാണം വല്ലതും ഉണ്ടോ? എന്നാലും നമ്മളെ അമ്മാവിൻ്റെ റെക്കോർഡ് പറ്റിക്കാരും വന്നില്ലല്ലോ. $85 വെട്ടിച്ചില്ലല്ലോ. $85 ആരും വെട്ടിച്ചില്ല. ഞാൻ അപ്പുറത്തായിട്ടൊരു ഇതെടുത്തിട്ട് തരാം. സ്റ്റോക്കിരിക്കുന്ന സാധനങ്ങളൊക്കെ തീർക്കണം, എന്നാലേ നമുക്ക് അടുത്തതിൽ സ്റ്റോറേജ് നല്ലപോലെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടിയും പാട്ടൊക്കെ അടിയിരിക്കുന്നതുകൊണ്ട് പ്രശ്നമാവും. തിരന്നെ ടൈം തിരന്നായി, കുഴപ്പമില്ല. എന്നൊക്കെയുള്ള ഏറെക്കുറെ ഇതൊരു തീർന്ന കേട്ടോ, ഒരു ഷെൽഫ് തീർന്നത്. ഏറെക്കുറെ സാധനം കാര്യമാവുന്നുണ്ട്. നമുക്കിനെ കുഴപ്പമില്ല, നമുക്ക് സാധനങ്ങളടക്കം വെച്ചിട്ട് നമുക്ക് ഇതാക്കാം.
എന്താ ഷെൽഫ് എടുത്ത് മാറ്റാം. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സാധനം എടുത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ട അതിൽ ഉപ്പുണ്ട്. ഞാൻ ഉപ്പില്ല എന്നാ. അതിൻ്റെ ഉപ്പിന് കുറച്ച് വില കൊടുക്കണ. 2.5 ആക്കട്ടെ, റൗണ്ട് ഫിഗർ. 70 വരുന്ന പ്രശ്നമാണ്. ചേച്ചി ഉപ്പിനൊക്കെ നല്ല വില കുറച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെങ്കിൽ എടുത്തോ. വരവൊക്കെ ഉണ്ടപ്പോ കുറെ സാധനം ഉണ്ടെന്ന്. ഇവന് ഞാൻ നേരത്തെ ചില്ലറ കൊടുക്കൂല അറിഞ്ഞി, അതുകൊണ്ടാണ് വന്നിരിക്കണാണ്. കണ്ടോ, $7 സാധനമായിട്ട് $100 തന്നിരിക്കുന്നു. 24 70 എന്താ കണ്ട ഈ പെണ്ണിന് തന്നെ ചില്ലറ കൊടുക്കാത്തൻ്റെ $3 സാധനം വാങ്ങിയിട്ട് വന്നിരിക്കുന്നുണ്ട. 40.90. കടടിച്ച് ഇനി അതേ വന്നിരിക്കുന്ന അടുത്തവൻ. പാലെടുത്ത ഉപ്പ് 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 ഉപ്പല്ലേ. ഇനി ആരും ഉപ്പ് എടുക്കണ്ട, കുഴപ്പമില്ല. സാധനം സെറ്റായി. 5.40. വെള്ളം ആരും എടുത്തില്ലേ? സോ നേരം വെളുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നേരം വിളിപ്പിക്കട്ടെ. ഞാനും വരാനൊന്നുമില്ലല്ലോ അല്ലേ? സാറ് കടയിലോട്ടാണാ? ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ, ഓടി വാ. കട പൊട്ടാൻ പോയെ. ചെറ്റ 1000 അപ്ഗ്രേഡ്. അടാ -500 ഇന്നത്തെ പ്രോഫിറ്റ്. ടീ പ്ലേസ് കുറഞ്ഞ്, ലെസ്റ്റു ബസ്മതി കുറഞ്ഞു, എഗ് കൂടി, ടർക്ക് സോഡ കൂടി. എഗ് കൂടി 5.3. ടർക്ക് സോഡ ഏതാണ്? ടർക്ക് സോഡ എന്തിന്? ഇതാവല്ലേ? തന്നെയല്ലേ ആപ്പിളൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നാ? അത് ശരി. ഇതൊക്കെ ഫസ്റ്റ് ദിവസം വാങ്ങിയതാ. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കട വലുതാക്കാം. സ്റ്റോറേജ് റൂം കുറച്ചുകൂടി വലുതാക്കാം. ഈ വാതിൽ എന്താ ലോക്കിടുന്ന് എനിക്കറിയില്ല. ഇതും കൂടി ഒന്ന് തുറപ്പിക്കണം. അതും വലുതാക്കി സ്റ്റോറേജ് റൂമിൽ സാധനം, പിന്നെ കടയിലോട്ടുള്ള സാധനം എല്ലാം വരുത്താനുള്ള കാശും ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, ഷെയറൊക്കെ ചെയ്യുക. നിങ്ങളെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.